തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ ആഴിയതിൻ ഓളങ്ങളാ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്, ചേർന്നിടുമേ ഭവനമതിൽ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ദൈവ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? അതെവിടെയാണ്? ഈ ദൈവരാജ്യം വാസ്തവമായി നമ്മുടെ ദൃശ്യ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല. എന്നാൽ ഞാനും നിങ്ങളും ഇപ്പോൾ ദൈവരാജ്യത്തിലാണ്. അത് പറയാൻ കാര്യം എന്താണ്? നാം ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നവർ അവർ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. അവർ ദൈവരാജ്യത്തിലേക്ക് വാസ്തവമായി പ്രവേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യേശു അധികാരിയായി വസിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കും. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലെ നിയമങ്ങൾ അനുസരിച്ച് വേണം നാം ഈ രാജ്യത്തിൽ ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ ദൈവരാജ്യത്തിന് ചില നിയമങ്ങളുണ്ട്. അത് അനുസരിച്ച് മക്കളായി ആ സ്വഭാവത്തോടുകൂടെ ജീവിക്കുന്നതിനെയാണ് ദൈവരാജ്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ് ദൈവരാജ്യം ഭക്ഷണമല്ല, നമ്മളൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല ദൈവരാജ്യം. എന്നിട്ട് പറയാം പാനീയമല്ല. പിന്നെന്താണ്? 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നീതി എന്ന് പറഞ്ഞാൽ നാം ദൈവരാജ്യത്തിൽ ജീവിക്കുന്നു എന്ന് പറയുകയും കള്ളം പറയുകയോ നീതിയില്ലാതെ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഒന്നാമത് നീതി ഉണ്ടാവണം. 2, സമാധാനമുള്ളവരായി. അത് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്.
ഇതെന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലുള്ളതാണിത്. സമാധാനം, സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പോൾ ദൈവ രാജ്യത്തിൽ നാം വസിക്കുമ്പോൾ വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സമാധാനമുള്ളവരായിത്തീരും. ബൈബിളിലെ മുഴുവൻ ഭാഗങ്ങളിലും നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു അസമാധാനം മാറി ഒരു വ്യക്തി സമാധാനത്തിലേക്ക് വരികയാണ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ. നീതിയില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് നീതിപൂർവമായ ഒരു ജീവിതത്തിലേക്ക് ഒരു വ്യക്തി മാറുകയാണ് ദൈവരാജ്യത്തിൽ സംഭവിക്കുന്നത്. എന്നിട്ട് അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടെ സമാധാനവും നീതിയും ഭവനത്തിലും സഭയിലും നാം ആയിരിക്കുന്നിടത്ത് കൊണ്ടുവരുന്നവരായി മാറും. ദൈവരാജ്യം എന്ന് പറയുന്നത് നാം മുഴുവൻ സമയം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നുള്ളത് മാത്രമല്ല. പ്രാർത്ഥിക്കണം, മുഴുവൻ കർത്താവിനോട് സന്നിധിയിലിരിക്കണം. അത് കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് വർദ്ധിപ്പിക്കും. ആ ബന്ധം വർദ്ധിപ്പിക്കുമ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ അത് വരണം. നീതിയും പ്രവർത്തിക്കുന്നവരായി മാറണം, പിന്നെ സമാധാനമുള്ളവരായി മാറണം, പരിശുദ്ധാത്മാവിലെ സന്തോഷത്തോടെ ഇത് ചെയ്യുന്നവരായി തീരണം. എന്നിട്ട് പറയാം, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവനും. ഇതിനകത്ത ഈ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ വാസ്തവമായി ക്രിസ്തുവിനെ സേവിക്കുന്നത്. നീതിപൂർവ്വം ജീവിക്കുമ്പോഴും സമാധാനമുള്ളവരായി തീരുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇത് ചെയ്യുമ്പോഴും നമ്മൾ അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവരായി മാറുകയാണ്. ക്രിസ്തുവിനെ സേവിക്കുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. മറന്നു പോകരുത്, ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത, തന്നിഷ്ടക്കാരനായ, അഹങ്കാരിയായ, ഒരു നീതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളല്ല ഒരു ദൈവ പൈതൽ. ദൈവരാജ്യത്തിൽ ജീവിക്കുന്നത്, ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ആൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ആളാണ്. അതുമാത്രമല്ല, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവർ മാത്രമല്ല, മനുഷ്യർക്ക് കൊള്ളാകുന്ന വ്യക്തിയായി മാറും. നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് യേശുവിൻ്റെ നാമത്തിൽ നടക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ. അപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു വശം എന്നാന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഈ വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തിയായി മാറും, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ള വ്യക്തിയായി മാറും, അവൻ അതിൽ നീതിയും സമാധാനമുള്ള വ്യക്തിയായി മാറും. പരിശുദ്ധാത്മാവിൽ ഇതെല്ലാം ചെയ്യാൻ കഴിയും. അതിലാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനും ദൈവത്തെ പ്രസാദിപ്പിക്കും. ക്രിസ്തുവിനെ സേവിക്കുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. അപ്പം തന്നെ മനുഷ്യർക്ക് കൊള്ളാകുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും. ഇവിടെ അതുകൊണ്ട് ഈ 14-ാം അധ്യായത്തിൽ സംശയ വിചാരങ്ങളോടുള്ള ഒരു സഹിഷ്ണുത പറയുന്ന അധ്യായമാണ്. എന്ന് വെച്ചാൽ ബലഹീന മനുഷ്യരെ ചേർത്ത് കൊള്ളണം. തിന്നുന്നവനും തിന്നാത്തവനും തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം വിധിക്കരുത്, ധിക്കരിക്കരുത്, ഒരാളെ നമ്മൾ വിധിക്കരുത്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അന്യോന്യം, എൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അന്യോന്യം വിധിക്കരുത്. സഹോദരൻ ഇടർച്ചയായതോ തടങ്ങലാതെ വെക്കാതിരിക്കാൻ മാത്രം നോക്കിക്കൊള്ളണം. ചുമ്മാതെ നമ്മൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യനെ വിധിക്കരുത്. എന്നിട്ട് അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ്, എന്ന് വെച്ചാൽ സഹോദരന്മാർക്ക് ഇടർച്ചയായതൊന്നും ചെയ്യാതിരിക്കരുത്. അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും പിന്നെന്ത് ചെയ്യണം, സഹോദരന് ഇടർച്ച വരുത്താതെയും യാതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നന്ന്. നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ മറ്റൊരു സഹോദരൻ ഇടർച്ചയാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവരാജ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ പാനീയമോ മാത്രമല്ല, പിന്നെന്താണ്, നീതിയാണ്, അവിടെ സമാധാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലുള്ള ജീവിതമാണ്. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും ആവുക മാത്രമല്ല, ഈ ദൈവരാജ്യത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിലെ ക്രിസ്തുവിനെ നമ്മൾ സേവിക്കുകയും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുകയും, എന്നുവെച്ചാൽ നീതിയും സമാധാനമൊക്കെ ചെയ്യുകയും, അത് പിന്നെങ്ങനെ അത് മനുഷ്യർക്ക് കൊള്ളാകുന്ന ഒരു വ്യക്തിയായി മാറും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ പ്രഭാതത്തിൽ കേൾപ്പിക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം.
ദൈവരാജ്യത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതോടുകൂടെ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി തീർത്തതിനായി സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ, അവിടെ നീതിപൂർവം ജീവിപ്പാൻ, സമാധാനത്തോടെ ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നൊരു വ്യക്തിയായി, യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നൊരു വ്യക്തിയായി, അതേ സമയത്ത് യേശുവിനെ സേവിക്കുമ്പോൾ മനുഷ്യർക്ക് കൊള്ളാവുന്നൊരു വ്യക്തിയായി തീരാൻ ഇന്ന് വചനം കേൾക്കുന്ന, സംസാരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള വലിയ ഗൈഡൻസ് ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ.